നമ്മുടെ ഉസ്തു ഫാൻസ് അസോസിയേഷന്റെ നിർബന്ധപ്രകാരം നമ്മുടെ ഉസ്തുക്കുഞ്ഞ് ഒരു പാട്ട് പാടാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒത്തിരി നിർബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം സമ്മതിച്ചത്. സാധാരണ അദ്ദേഹത്തിന് തീരെ സമയമില്ല. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഉസ്തു ഫാൻസ് അസോസിയേഷന് വേണ്ടി സ്വാഗതം മിസ്റ്റർ ഉസ്തുക്കുഞ്ഞ്. ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ ഒരു പാട്ടുണ്ട്. ആയിക്കോട്ടെ, എനിക്കും കൈതപ്പുറത്തിന്റെ ഒക്കെ പാട്ടാ ഇഷ്ടം. ഇപ്പോഴത്തെ പാട്ടൊന്നും എനിക്ക് കണ്ണെടുത്താ കാണല്. ഒറ്റ ഒരെണ്ണം മര്യാദയ്ക്ക് വായും കൊണ്ട് പാടുന്ന ആരുമില്ലെന്ന്. ഞാനും കൂടുതൽ പണ്ടത്തെ പാട്ടുകളാണ് കേൾക്കുന്നത്. എന്നാ സമയം കളയണ്ട, പാടിക്കോ. അലയും കാറ്റിൻ ഹൃദയം അരയാൽ പൊമ്പിത്തേറ്റി, ഓലക്കുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി, രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ആ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്നുള്ള വരി, രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ഉസ്തുക്കുഞ്ഞ്, ഈ പാട്ടിലെ ഏത് വരിയാ ഉസ്തുക്കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം? ആ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി എന്നുള്ള വരി, രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ആ വരികൾ കേട്ടിട്ട് ഉസ്തുക്കുഞ്ഞിന് തന്നെ ഭയങ്കര വിഷമമായി. വിഷമിക്കണ്ട ഉസ്തുക്കുഞ്ഞ്, കണ്ടോ ആ ഉസ്തുക്കുഞ്ഞിന് പോലും ആത്മാർത്ഥത കണ്ടോ? ഈ ഉസ്തുക്കുഞ്ഞാണ് യഥാർത്ഥ ഭാരതീയൻ. എല്ലാരും കേട്ടല്ലോ, ഉസ്തുക്കുഞ്ഞിന് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി വീടുകളിൽ രാമായണം പാരായണം ചെയ്യണം. നമ്മുടെ ഉസ്തുക്കുഞ്ഞിന് പോലെയുള്ള ആത്മാർത്ഥത ഇന്നും പലർക്കും ഇല്ല. ഉസ്തുക്കുഞ്ഞ്, രാമായണത്തിന്റെ മഹത്വം കൊണ്ട് ഉസ്തുക്കുഞ്ഞൊക്കെ മനസ്സിലാക്കി. നിങ്ങളാണ് യഥാർത്ഥ ഉസ്തു. നിങ്ങളാണ് ഏറ്റവും വർക്കത്തുള്ള ഒരു ഉസ്തുക്കുഞ്ഞ്. ഹൈന്ദവ സഹോദരങ്ങളുമുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഞെക്കി കൊല്ലാനല്ലേ? എനിക്ക് മനസ്സിലായി.